നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ ഫെബ്രുവരി 17 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ഇവരെന്തൊക്കെ കരുതിയിരിക്കണമെന്നും ഒക്കെയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഈ ശിവരാത്രിക്ക് ശേഷം ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരാഴ്ച, ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഇതില് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ടൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അവർ തന്നെ തിരികെ കൊണ്ടുവന്ന് തരുന്ന ഒരു സമയമാണ്. കൂടാതെ ലോട്ടറി ഭാഗ്യം, നറുക്കെടുപ്പിലൊക്കെ വിജയം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ദ്രവ്യലാഭവും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ 17 തീയതി മുതൽ 28 തീയതി വരെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നടക്കുന്നതാണ്. ഇനിയും വിദ്യാർത്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ബുദ്ധിക്ക് ഒരുപാട് ഉണർവ് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വൻ വിജയങ്ങൾ നേടുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ മുൻപൊക്കെ ഒരുപാട് സമയം പഠനത്തിലൊക്കെ ചെലവഴിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും നക്ഷത്രങ്ങളുടെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് എനർജി ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ വലിയ വിജയം നേടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അന്യരുടെ ആദരവൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മറ്റുള്ളവര് നിങ്ങളെ അഭിനന്ദിക്കുന്നതൊക്കെയാണ്. കലാകായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ശോഭനമായിട്ടുള്ള ഒരു സമയമാണിത്. ഈ സമയത്ത് എന്ത് ചെയ്താലും അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഭവനത്തിലൊക്കെ സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. കൂടാതെ വിവാഹം ആകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയൊരു സമയമാണ്. എന്നിരുന്നാലും ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്ക് 27-28 ആകുമ്പോഴത്തേക്കും ചെറിയ വിഷമത, മനസ്സിന് ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ വേർപാട് നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു ആഘാതം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ സമയത്ത് മാനസികമായിട്ട് വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിഗൂഢ വിഷയങ്ങളിലൊക്കെ താല്പര്യം സിദ്ധിക്കും. അതായത് നമ്മൾ ഒരുപാട് ആളുകളെ ചിന്തിച്ച് നമ്മൾക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ജനിക്കുകയും അതിന്റെ പിറകെ പോവുകയും, ഉദാഹരണം പറയുകയാണെങ്കിൽ ആത്മാവ്, മരണശേഷം എന്തു സംഭവിക്കുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ ചിന്ത മാറുകയാണ്. കർമ്മരംഗത്തൊക്കെ മാറ്റം വരുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ മുമ്പോട്ട് പോകണം. കാരണം ഈ സമയത്ത് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ അവസരങ്ങളെല്ലാം നിങ്ങൾ വിനിയോഗിക്കേണ്ടതാണ്. അല്ലാതെ അലസതയോടെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകില്ല. സന്താനലബ്ധി, വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിത സൗഖ്യം, സമ്പന്നത, വിദ്യയിൽ ഉയർച്ച, ഇവയെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. അനുഭവങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണർവുണ്ടാകണം. ആ ഉണർവുണ്ടാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. കൂടാതെ ഇനി വരുന്ന 2 ശനിയാഴ്ചകൾ, 21 തീയതിയും 28 തീയതിയും നിങ്ങൾ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാള് ആ ദിവസം ആ അന്നദാനത്തിന് അർഹനാണ് എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് ഇതൊന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആഡംബര വസ്തുക്കളോടൊക്കെ ഭ്രമം തോന്നുകയും അതിൽ താല്പര്യം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ. ഭാഗ്യം വന്നെത്തണമെങ്കിൽ പ്രാർത്ഥന വേണം, ഈശ്വര അനുഗ്രഹം വേണം. ഈശ്വര അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് ദൈവത്തില്, ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, ആ മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്.
അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.